യൂറോപ്പിന് താല്പര്യമുണ്ട് ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യാൻ, അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. പക്ഷെ ആ പഴയ ബന്ധം തിരിച്ചു വരുമോ? ഇതാണ് ചോദ്യം. തിരിച്ചു വരുന്ന സാധ്യതയില്ല. കാരണം ട്രസ്റ്റ് ഉണ്ടല്ലോ, ആ വിശ്വാസം പോയി. ഇപ്പം എങ്ങനെയും സെലൻസ്കിയെ കൊണ്ടുവരിക, എന്നിട്ട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സംസാരിച്ച് ബന്ധങ്ങൾ ശരിയാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഇപ്പം മോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ആവശ്യമായിട്ട് കാര്യങ്ങൾ പോകുന്നത്. പുതിയതായിട്ട് വന്നു, സംഭവമൊക്കെ ഉണ്ടായി, ലോകത്തിന് കൃത്യമായിട്ട് മെസ്സേജ് കൊടുത്തു, ഇന്ത്യ റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങില്ല. അതൊരു മെസ്സേജാണ്. അതായത് ന്യൂട്രൽ അല്ല ഇന്ത്യ, അത് മറ്റൊരു മെസ്സേജാണ്. റഷ്യയുടെ ആവശ്യം ഇന്ത്യ ന്യൂട്രൽ ആയിരിക്കണം. ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞ് ന്യൂട്രൽ അല്ല. ഇന്ത്യയുടെ ഡിമാൻഡ് വാർ നിർത്തുക എന്നത് തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി വാർ തുടങ്ങിയ ശേഷം റഷ്യൻ പ്രസിഡന്റിനെ കാണാൻ പോയപ്പോഴാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ടാണ് അയാളുടെ മുമ്പിൽ വെച്ച് ഒരു രാജ്യത്തിൻ്റെ തലവൻ പറയുന്നത് ഈ സമയം യുദ്ധത്തിന് പറ്റിയ സമയമല്ല, യുദ്ധത്തിൻ്റെ സമയമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അദ്ദേഹം ആ സ്റ്റാൻഡാണ് ഇന്ത്യയുടെ. ആ സ്റ്റാൻഡ് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു. അതായത് വളരെ കൃത്യമായിട്ട് ലോക രാജ്യങ്ങളോട് പറയും, ഇന്ത്യ യുദ്ധത്തിനെതിരാണ്, യുദ്ധം നിർത്തണം. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഈ പറയുന്ന ഉക്രൈന് വെപ്പൺസ് കൊടുത്ത് സഹായിച്ചു, തേർഡ് പാർട്ടി ത്രൂ. ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അമേരിക്ക പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായി. മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഉക്രൈനെ സഹായിക്കുന്നതിൻ്റെ കാര്യം ഉക്രൈൻ വാർ ജയിക്കാൻ വേണ്ടി അല്ല സഹായിക്കുന്നത്. യൂറോപ്പ് സസ്റ്റെയിൻ ചെയ്യണം, അവിടെ പ്രശ്നം ഉണ്ടാകരുത്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ട്രേഡ് നടത്തുമ്പോഴും ഗ്ലോബൽ എക്കോണമിയുടെ ഭാഗമാണ് EU കൺട്രീസ് എന്ന് പറയുന്നത്, യൂറോപ്യൻ യൂണിയൻ. അപ്പം അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇത് ഇന്ത്യയും ബാധിക്കും. നിങ്ങൾക്കറിയാം, അമേരിക്ക H1B വിസ, അതേപോലെ ഇന്ത്യൻ സ്റ്റുഡൻസ് അമേരിക്കയിൽ പോയി പഠിക്കുന്നത്. അപ്പം അതിനകത്ത് വളരെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. എത്രയോ പേര്, എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളുടെ മക്കളും അവരും ഒക്കെ ഒന്നും പോകാൻ പറ്റുന്നില്ല. അവരുടെ അമേരിക്കൻ ഡ്രീം ഇല്ലാതെ പിന്നെ അടുത്ത ഓൾട്ടർനേറ്റീവ് എന്തുവാ? യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകണം. അപ്പം നിങ്ങൾ പറയും ഇന്ത്യയെ പഠിച്ചാൽ പോരായെന്ന്. അതൊരു നോൺസെൻസ് ക്വസ്റ്റ്യൻ. അതിന് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഇന്ത്യയിലില്ല, ഫർദറായിട്ടുള്ള അങ്ങനെ സ്റ്റഡിയും റിസർച്ചും ഒന്നും. നമുക്കൊക്കെ ഇത് വരാൻ ഒത്തിരി സമയമെടുക്കും.